ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ, ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പതിവ് പോലെ ഇന്ന് ഞങ്ങൾ നേരത്തെ എണീറ്റു കേട്ടോ. ചെയ്തിട്ട് എണീക്കുന്നതിന് മുന്നേ ഞാൻ നേരത്തെ എണീക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും അമ്മ എണീറ്റിട്ടുണ്ടെന്ന്. എനിക്ക് ചെറിയ തൊണ്ടവേദന പിടിപെട്ടു. അല്ല, ഞാൻ പറഞ്ഞല്ലോ വയ്യാന്ന്. അപ്പോൾ ഞാൻ ചായക്ക് വേഗം വെള്ളം വെച്ചു കേട്ടോ. എന്നിട്ടുള്ള ചൂട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ പപ്പടം കാച്ചായിരുന്നു. അപ്പോഴേക്കും ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. കാരണം വേദുട്ടൻ എണീക്കുന്നതിൻ്റെ മുന്നേ കുളിയും തിരുമ്പലും കഴിഞ്ഞ് ആ പണി കഴിഞ്ഞല്ലോ. പിന്നെ അമ്മയാണ് കേട്ടോ കുക്കിങ്ങൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാളികേരം ചിരകി കൊടുക്കുക അങ്ങനെയൊക്കെ. അപ്പോൾ അതാ പഴം അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബേബി കുട്ടി ആദ്യം 6 മണിക്ക് അലാറം വെച്ചിട്ട് എണീറ്റു കേട്ടോ. അപ്പോൾ അച്ഛമ്മ എണീറ്റിട്ടില്ല കണ്ടപ്പോൾ അവൾ വീണ്ടും കിടന്നുറങ്ങി. പിന്നെ അതൊരു 6:45 ആയിട്ടതുകൊണ്ട് എണീറ്റ് വരുന്നത്. പിന്നെ ഞാൻ നാളികേരമൊക്കെ ചിരകി കൊടുത്തു. സാമ്പാറിന്, അവിയലിന്, അങ്ങനെ കുറച്ച് ഇതിന് നാളികേരം ചിരകി കൊടുത്തു. അതുപോലെ തന്നെ വേദും എണീറ്റു. അപ്പോൾ എന്താ അവൾ അന്തം വിടണത്? അമ്മ ഭൂതായി ഉണ്ടല്ലോ എന്ന് അതവൾ പറഞ്ഞു കേട്ടോ. ഭൂതായി ഉണ്ടെന്ന് ഉദ്ദേശിച്ചത് എൻ്റെ കുങ്കുമൊക്കെ മുഖത്തേക്ക് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവർ നല്ല അടിപൊളിയായിട്ട് പൂവിടാൻ തുടങ്ങി. അപ്പോൾ പഴമൊക്കെ വേവിച്ചു. പഴമൊക്കെ പിന്നെ ആയി, പപ്പടമായി. പിന്നെ കഷ്ണങ്ങളൊക്കെ തലേ ദിവസം തന്നെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ കഷ്ണങ്ങൾ ഇങ്ങനെ ഓരോ ഭാഗത്ത് നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സദ്യയായിരുന്നു അന്നുണ്ടാക്കിയത്. അതെന്താണെന്ന് വെച്ചാൽ അമ്മ അടുപ്പത്ത് എന്തോ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കറണ്ട് പോയി. പിന്നെന്താ, അച്ചാച്ചനും ബേബിയും കൂടിയിട്ടാണ് പൂവിടുന്നത്. അച്ചാച്ചനും കുറേ പൂ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വേദു അവിടെ ഞാൻ വെച്ച ചായ എടുത്ത് കുടിച്ചു. അത് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേദും സിദ്ധും കൂടിയിട്ട് അവിടെ അങ്ങനെ ഇരുന്നിട്ട് ഓരോന്ന് പറയുമായിരുന്നു കേട്ടോ. അവർ കളിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പൂക്കളിടലൊക്കെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്ഥിരം പത്രം വായിക്കുന്നൊരു സ്വഭാവമുണ്ട്. ഇവിടെ വന്നാൽ കേട്ടോ. ഇവിടെ പത്രമുള്ളതുകൊണ്ട് അത് വായിക്കും. പിന്നെ പത്രമൊക്കെ വായിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവരുടെ പൂക്കളൊക്കെ സെറ്റായി കേട്ടോ. ഇതാണ് അവരുടെ പൂക്കളം, തിരുവോണ ദിനത്തിലെ പൂക്കളം. ബേബിയും അച്ചാച്ചനും കൂടി ഇട്ട പൂക്കളാണത്. പിന്നെ ഞാൻ വീണ്ടും അടുക്കളയ്ക്ക് പോയി. വേദുവിനെ ഞാൻ കുറച്ച് നേരം ബേബിയോട് നോക്കാൻ പറയും. അപ്പോൾ അത് നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സാമ്പാർ അടുപ്പത്ത് ആയിട്ടുണ്ട്, തിളച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സാമ്പാറിൻ്റെ അരപ്പാണത്. നാളികേരവും ഉള്ളിയും എല്ലാ പൊടികളും ചേർത്തിട്ട് പിന്നെ ഇത് ഓരോന്നിനും നാളികേരം മാറ്റി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ചെറിയമ്മയാണ് അരയ്ക്കാൻ നിൽക്കണത്. അപ്പോൾ വേദുവിൻ്റെ ഒക്കത്തുണ്ടോണു ചെറിയമ്മ നാളികേരം അരയ്ക്കണത് എടുത്തോളം പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ നാളികേരം അരയ്ക്കുന്ന വീഡിയോ ആണിത്. നല്ല സാമ്പാറായിരുന്നു കേട്ടോ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. നിങ്ങൾക്കിത് കേൾക്കണ്ടോ ചോദിച്ചാൽ എനിക്ക് ഇത്ര ശബ്ദമേ ഉള്ളൂ. ഇനി ഇതിൽ കൂടുതൽ ശബ്ദം എനിക്ക് ഇനി വരില്ല. കാരണം അത്രയും എനിക്കിത് വയ്യ. അപ്പോൾ പഴം പുഴുങ്ങിയത് ഞാൻ ഒരു പാത്രത്തേക്ക് ആക്കി വെച്ചു കേട്ടോ. പിന്നെ ഇവരുടെ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റപ്പായിട്ടിരുന്നു. ഒരുപാട് തിരുമ്പിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും. ബേബിയുടെ ഔട്ട്ഫിറ്റ് അതാണ്, വേദുവിൻ്റെ ഇതാണ്, സിദ്ധുവിൻ്റെ അതായിരുന്നു കേട്ടോ. അപ്പോൾ ബേബി ഈ ഒരു മഞ്ഞ ഉടുപ്പ് ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ചാച്ച വാങ്ങി കൊടുത്ത ഉടുപ്പാണത്. വേദുവിനും അതെ ചാച്ച വാങ്ങി കൊടുത്തതാണ്. പിന്നെ അവരുടെ കുറേ ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ കാണുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ പണികളൊക്കെ കഴിഞ്ഞ് വല്യമ്മയുടെ അവിടേക്ക് പോവുകയാണ് കേട്ടോ. വല്യമ്മ എന്ന് പറയുന്നത് ഇവരുടെ മുത്തശ്ശി, അതാണ് കാണുന്നത്. അപ്പോൾ അച്ഛൻ ചോദിക്കണത് വല്യമ്മ അവിടെ ഉണ്ടാവുമോ എന്ന്. വല്യമ്മയ്ക്ക് ഇന്നും അമ്പലത്തിൽ പോകുന്നൊരു ശീലമുണ്ട്. അന്ന് ഞാൻ ഒരു വീഡിയോയിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി അവിടെ പോയി കേട്ടോ. എന്നിട്ട് വല്യമ്മേനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നു. അവിടെ കുറച്ച് നേരം നിന്നു, ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു, ഒക്കെ നടന്നു. ഇതാണ് വല്യമ്മയുടെ വീട്. ഇത് നമ്മുടെ തറവാടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വല്യമ്മയുടെ വീട്. വല്യമ്മയ്ക്ക് ഞങ്ങളെ കണ്ടപ്പോൾ സന്തോഷമായിട്ടോ. ശർക്കര വരട്ടിയും അതുപോലെ തന്നെ കായ വറുത്തത് ഇതൊക്കെ തരികയായിരുന്നു. ഇത് ഞങ്ങൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. അത് ഞങ്ങൾ കണ്ടൊക്കെ. അത് ഞങ്ങൾ അവിടെ നിന്ന് റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പപ്പടം, ഉപ്പേരി, പയറുപ്പേരി, പയറും കായും, സാമ്പാർ, അവിയൽ, ഓലൻ, കൂട്ടുകറി, അതുപോലെ തന്നെ പിന്നെ ഒന്നും കൂടി ഉണ്ടല്ലോ. പിന്നെ കൂട്ടുകറി കഴിഞ്ഞാൽ അച്ചാർ, കാളൻ, പിന്നെ പുളിയിഞ്ചി, ശർക്കര വരട്ടി, ഉപ്പേരി, നമ്മുടെ കായപ്പേരി, പഴം പുഴുങ്ങിയത്, സ്രാവ് വറുത്തത്, മെയിൻ ഐറ്റം. ഇതൊക്കെ കൂട്ടി അടിപൊളി ഒരു പിടി പിടിച്ചിരിക്കുക കേട്ടോ ഞാൻ. പിന്നെ നല്ല അടിപൊളി പാലട പായസം, നമ്മുടെ ഡബിൾ ഹോഴ്സിൻ്റെ പാലട പായസമാണ് ഇന്ന് ഉണ്ടാക്കിയത് കേട്ടോ. അതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ കുട്ടികളെയൊക്കെ താഴ്ത്തിരുത്തി ഞങ്ങളൊക്കെ മുകളിലിരുന്ന് കഴിച്ചു. വേദു നല്ല കുട്ടിയായിട്ടിരുന്ന് കഴിച്ചു കേട്ടോ. എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ലൊരു അടിപൊളി സദ്യ കഴിച്ചൊരു ഫീലായിരുന്നു ഇത് ഇന്ന്. എല്ലാം കൂട്ടി ഞങ്ങളിന്ന് നന്നായി ചോറുണ്ടു. ഇതെല്ലാം വിളമ്പ് കേട്ടോ. ഓരോരുത്തർക്ക് ഇങ്ങനെ വിളമ്പിയിരുന്നു. ആദ്യം അച്ഛനും വല്യമ്മ ഇരുന്നു.
വല്യമ്മ സാമ്പാറൊന്നും കൂട്ടില്ല, മോര് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേദം എന്താ കാണിക്കണുണ്ടോ, ശർക്കര വരട്ടിയിൽ നാരങ്ങ അതുപോലെ തന്നെ പുളിയിഞ്ചി മുക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്ത് നല്ല കോമ്പിനേഷൻ. ഇങ്ങനെ ആരെങ്കിലും കഴിക്കുമോ? പക്ഷേ എൻ്റെ കുട്ടി കഴിക്കും. അതാണ് നിങ്ങൾ കാണുന്നത്. നല്ല ടേസ്റ്റ് അത്ര, അങ്ങനെയാവും പറയണത്. പിന്നെ അതാ എല്ലാം വിളമ്പി കൊടുത്തു. ചെറിയമ്മ വിളമ്പി കൊടുത്തു. പിന്നെ വേദുവിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിളമ്പി കൊടുത്തു. ഇരുന്ന് കഴിച്ചു കേട്ടോ. അവ നല്ല ആസ്വദിച്ച് കഴിച്ചു. മൂന്നാളും ഫുള്ള് കഴിച്ചു കേട്ടോ. ബാക്കിയൊന്നും ഇട്ടില്ല, എല്ലാം കഴിച്ചു അവർ. അവർക്ക് മടുപ്പൊന്നും തോന്നിയില്ല. മറ്റേത് പിന്നെ സ്രാവ് വറുത്തതും ഉണ്ടായിരുന്നല്ലോ, കാരണം എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം ഇന്നത്തെ ഒരു ഓണം ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ വൈകുന്നേരം വീട്ടിലേക്ക് പോകും. എന്നിട്ട് ഒന്നെങ്കിൽ ഇന്ന് രാത്രി വരും, അല്ലെങ്കിൽ നാളെ വരുള്ളൂ. ഉറപ്പിച്ചിട്ടില്ല എന്താണെന്ന് തീരുമാനം. വേദുവിനെ വിളമ്പി കൊടുക്കട്ടെ ചോറ്. ആ ചോറ് മുഴുവൻ ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഓണമൊക്കെ എങ്ങനെയുണ്ട്? സദ്യ വട്ടമൊക്കെ ഉണ്ടാക്കിയോ? പിന്നെ ഓണസദ്യയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണോ അതോ പുറത്തുനിന്ന് വാങ്ങുകയാണോ? എന്താണെന്ന് നിങ്ങൾ പറയൂ കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഭയങ്കര ചുമയായ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതാ വല്യമ്മ ഇരുന്നു, അച്ഛരുന്നു. വല്യമ്മയ്ക്ക് മോരാ കൊടുക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ സാമ്പാർ. അപ്പോൾ ഈ കരിഞ്ഞ പപ്പടം വേണ്ട പറഞ്ഞിട്ട് ബേബിക്ക് തരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നല്ലൊരു പപ്പടം തുറത്ത് നോക്കുമ്പോൾ അതിൻ്റെ ബാക്കും കുറച്ച് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ കാണുന്നത്. ഇത് നീങ്ങി ഇലയ്ക്ക് വന്നു. അതാണ് ഉണ്ടായിരുന്നത്. അല്ല അവയൊക്കെ കഴിച്ചു. ഞാൻ വായ കൊടുത്തു ലാസ്റ്റ് കേട്ടോ. അവനെ വയ്ക്കില്ല കഴിച്ചിട്ട് ഞാൻ വായ കൊടുത്തു. പിന്നെ അവരുടെ ഉണ്ണലൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഞങ്ങൾ ഇരുന്നു. പിന്നെ എങ്ങനെയുണ്ട് സദ്യ വെച്ചപ്പോൾ അടിപൊളിയാണെന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ നമ്മുടെ ഒരു കൊല്ലത്തെ ഓണം കൂടിയും കഴിഞ്ഞു. ഇനി അടുത്ത വർഷം ഓണത്തിനായി നമ്മൾ കാത്തിരിക്കും. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ഇനി നല്ല നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ഇരുന്നിട്ട് ടി വി ഒക്കെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ബായ്.